അതെനിക്ക് കാണണം. ഇതിന്റെ പാസ്വേഡ് എന്തായിരിക്കും? നീ ആ ഫോണിൽ എന്താ നോക്കിയേ? അതൊരു കാര്യം നോക്കാനുണ്ടായിരുന്നു. ലോക്ക് നിർത്തുന്നേ. എന്റെ ഫോണിൽ നിനക്കെന്താ കാണാനുള്ളത്? ഒന്നും മറച്ചു വെക്കുന്നില്ല. ഈ ഫോണിൽ ഒരു ഫോട്ടോ എടുപ്പുണ്ട്. അതെനിക്കൊന്ന് കാണണം. ഏത് ഫോട്ടോ? അമ്മ ഏതൊരു ഫോട്ടോ കാണിച്ച് CKCയെ ഭയപ്പെടുത്തുന്നുണ്ടല്ലോ, ആ ഫോട്ടോയാണ് എനിക്ക് കാണേണ്ടത്. അമ്മയെ ഇന്ന് ജ്യോതിർമയി വിളിച്ചതും കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയതും പാർക്കിനരികിൽ വെച്ച് ജ്യോതിർമയെ കണ്ടതും അടക്കം ഒക്കെ എനിക്കറിയാം. ജ്യോതിർമയെ അപേക്ഷിച്ച് ചോദിച്ചിട്ടും വിരട്ടിയിട്ടും അമ്മ ആ ഫോട്ടോ ജ്യോതിർമയെ കാണിച്ചു കൊടുത്തില്ല. അതിന്റെ അർത്ഥം ജ്യോതിർമയി കാണാൻ പാടില്ലാത്ത, എന്നാൽ CKC ഭയക്കുന്ന ഏതോ ഒരു ഫോട്ടോ ഇതിനുണ്ടെന്നല്ലേ? എനിക്ക് ആ ഫോട്ടോ കണ്ടേ പറ്റൂ. മറ്റൊരാളുടെ ഫോൺ പരിശോധിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല മോനെ. അതിന് ഞാൻ നോക്കുന്നത് എന്റെ അമ്മയുടെ ഫോണല്ലേ? അതിനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ അമ്മയാണെങ്കിൽ ഈ ഫോൺ അൺലോക്ക് ചെയ്ത് എന്റെ കയ്യിൽ തരണം. ആ ഫോട്ടോ ഞാനൊന്ന് കണ്ടാൽ എന്താ കുഴപ്പം? ഫോൺ ലോക്കൊന്ന് മാറ്റിത്താ അമ്മേ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അമ്മയാണിതെങ്കിൽ ഈ ഫോൺ ലോക്ക് എടുത്ത് എനിക്ക് തരിക തന്നെ ചെയ്യും. നിന്റെ അമ്മ തന്നെയാണ് ഞാൻ, അതുകൊണ്ട് ലോക്ക് എടുത്തു തരാം. ഇതില് വേറെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഏത് ഫോട്ടോ കാണിച്ച അമ്മ CKCയെ പേടിപ്പിക്കുന്നത്? അങ്ങനൊരു ഫോട്ടോ ഇല്ല മോനെ. ഞാൻ CKCയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അയാളെ വരുത്താനായി അയാളുടെ ചില രഹസ്യങ്ങൾ അടങ്ങുന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു എന്നല്ലാതെ അങ്ങനൊരു ഫോട്ടോയും എന്റെ കയ്യിലില്ല. ഒരുപാട് ചതിയും വഞ്ചനയും കള്ളത്തരങ്ങളും കൊലപാതകങ്ങളും നടത്തിയ ആളല്ലേ CKC. ഒരാള് ചെന്ന് അയാളെ കൊടുക്കാൻ പറ്റിയ തെളിവ് കൈവശമുണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും CKC ഭയക്കും. അയാള് പറഞ്ഞിട്ട് തന്നെയാവും ജ്യോതിർമയും ഇന്ന് എന്നെ കാണാൻ വന്നത്. എന്റെ കയ്യിൽ അത്തരത്തിലുള്ള ഫോട്ടോ ഉണ്ടെങ്കിലല്ലേ എനിക്കിത് കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അമ്മ പറയുന്നത് 1% പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്റെ ഫോണിന്റെ ഗാലറി മുഴുവൻ നീ പരിശോധിച്ച് കഴിഞ്ഞില്ലേ ഗൗതം? അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ നിനക്ക്? ഇനി അതുമല്ല, ഈ ഫോൺ ഏതെങ്കിലും കടയിൽ കൊടുത്ത് മുഴുവനായി പരിശോധിക്കണോ നിനക്ക്? വേണമെങ്കിൽ അതും ചെയ്തോ. ഇല്ലാത്തൊരു ഫോട്ടോയുടെ കാര്യം മനസ്സിലിട്ട് നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് പുണ്ണാക്കല്ലേ മോനെ. പറഞ്ഞില്ലേ, അങ്ങനൊരു ഫോട്ടോ എന്റെ കയ്യിലില്ല. ആ ഫോണിങ് തന്നി. ഞാനും ജ്യോതിർമയും സംസാരിക്കുന്നത് നീ കണ്ടത് ഞാൻ കണ്ടിരുന്നു ഗൗതം. ഒന്നും നടന്നില്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിരുന്ന് ഭർത്താവിന്റെ ആയുസിന് വേണ്ടി ഭജന ഇരുന്ന് പ്രാർത്ഥിക്കേ. പോ ചെല്ലേ. അവിടെ വേണ്ട ജ്യോതിർമയി, വിട.
എന്റെ ഫോണിലെ ഫോട്ടോയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് നീ കേട്ട് കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. തിരികെ വന്നു കഴിഞ്ഞാൽ നീ എന്റെ ഫോൺ പരിശോധിക്കുമെന്നും എനിക്ക് മനസ്സിലായി.